കളിച്ചോ, അല്ലെങ്കിൽ മുറിയിൽ പോയി കിടന്നു. ഓക്കെ, ടാറ്റാ. പോയിട്ടോ പോയി. ഇതെന്തുവാ, ബദാമല്ലേ? അന്നെടുത്ത് അവിടെ വൈ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഞായറാഴ്ച ദിവസങ്ങളിലായിരിക്കും കൂടുതലും എല്ലാവരും വീടൊക്കെ ക്ലീൻ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്, ഈ വലിയൊരു വീട് ഞാൻ വൃത്തിയാക്കി എടുക്കാൻ പോവാണേ. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ കൂടിക്കോ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. എന്തോ ഓക്കെ, നമുക്ക് വീട് ക്ലീൻ ചെയ്യാം. ഇതെന്തുവാ, ബദാമല്ലേ? അന്നെടുത്ത് അവിടെ വൈ. അപ്പം നമുക്ക് അടുക്കളയിൽ നിന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അടുക്കള ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഫുൾ വീഡിയോ കാണിക്കാനായിട്ട് നമുക്ക് അത്രയും വീഡിയോ കാണിക്കുന്നില്ല. അപ്പോൾ പാർട്ട് 2 ആയിട്ട് നമുക്ക് വേറെ ഇടാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അടുക്കള മാത്രം ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ ദേവൂസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. കളിച്ചോ, അല്ലെങ്കിൽ മുറിയിൽ പോയി കിടന്നു, അല്ലെങ്കിൽ പഠിച്ചോ പോയിരുന്നു കേട്ടോ. ഓക്കെ, ഇതിനകത്തോട്ട് കയറണ്ട. പോയിരിക്കും അവിടെ പോയിരിക്കും. പൊന്നല്ലേ, എൻ്റെ തത്തമ്മയല്ലേ, എൻ്റെ പൊന്നാണോ ദേവൂസേ? അമ്മച്ചിരി പൊന്നാണോ? അമ്മച്ചി ഐസ്ക്രീം മേടിച്ചു തരാം ദേവൂസ് അടങ്ങി പോയിരുന്നു കഴിഞ്ഞാൽ. ഓക്കെ 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 ഓക്കെ, ടാറ്റാ. പോയിക്കോ. അപ്പോഴത്തേക്കും അമ്മ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ. ടാറ്റാ അമ്മയ്ക്ക്. ഓക്കെ, അവിടെ പോയിരുന്നോ കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും. നമ്മൾ കുട്ടികളെ നല്ല മയത്തിന് പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ അവളുടെ വാശി കാണിച്ചുകൊണ്ടേ ഇരിക്കും. നമ്മളെ ജോലിയൊന്നും ചെയ്യിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. അവളുടെ കൂടെ ഇരിക്കണം എന്നുള്ളൊരു വാശി പറയും. അതെല്ലാ പിള്ളേരും ഏകദേശമൊക്കെ ഒരുപോലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവരെ ഒന്ന് സ്നേഹിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാറ്റം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അവളെ ഇങ്ങനെ കുറച്ച് സ്നേഹിച്ചൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടെ ക്ലീൻ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ പൊടികളൊക്കെ ഇല്ലേ, ഈ കളർ പൊടിയൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീണ് ആകെ അങ്ങ് ചീത്തയായി മൊത്തത്തിൽ കുളവായിട്ടിരിക്കുമായിരുന്നു. കുറേ നാളായി ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട്. നമ്മുടെ ടിന്നും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാനായിട്ട് ഞാൻ കുറച്ച് മടി കാണിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ആ പൊടിയൊക്കെ വീണ് അങ്ങ് ചീത്തയായി പോകും. അതുകൊണ്ട് ഞാൻ ഇന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതെല്ലാം ആദ്യം നമ്മൾ നനഞ്ഞ തുണിയിൽ ഇച്ചിരി സോപ്പ് പൊടി തേച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുവാണ്. എന്നിട്ട് വേണം ഇത് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തുടച്ചുണങ്ങി കഴിയുമ്പോഴാണ് നമ്മുടെ ന്യൂസ് പേപ്പറാണ് കേട്ടോ ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ നല്ല വൃത്തിയായിട്ട് വൃത്തിയാക്കി എടുക്കാം. കൂടുതൽ നനവ് ഇതിനകത്ത് പാടില്ല. കാരണം നനവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കബോർഡൊക്കെ അങ്ങ് പോകും. ഓൾറെഡി ഇത് പോയി കിടക്കുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 50,000 രൂപ കൊടുത്ത് റെഡിയാക്കിയതാണ് കേട്ടോ നമ്മുടെ അടുക്കളയിലെ ഈ സംഭവം. പക്ഷേ ഇത് നമുക്ക് വലിയ ഉപകാരങ്ങളൊന്നുമില്ല കേട്ടോ. കൊള്ളത്തില്ല. ചെയ്യുന്നവർ ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഞാൻ പറയുവാണ്, ഇത് ഒരിക്കലും ആരും ചെയ്യരുത്. ഒരു വഹയ്ക്ക് കൊള്ളത്തില്ല. ആകെപ്പാടെ എല്ലാം അങ്ങ് പോയി നാശമായിട്ട് കിടക്കുവാണ്. ഇപ്പോൾ ഒരു 5-6 വർഷമെങ്കിലും ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ മാറ്റി ചെയ്യണമെന്നും പറഞ്ഞിരിക്കുവാണ് കേട്ടോ ഇപ്പം. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു വഹയ്ക്ക് കൊള്ളത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ വേറെ ഒരുപാട് നല്ല പോകാത്ത സംഭവങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെ കൊള്ളത്തില്ല കേട്ടോ. ഇത് എന്തുവാണ് സംഭവം എന്ന് പോലും എനിക്ക് നേരെ ഇതിൻ്റെ അടുക്കളയിൽ ചെയ്യുന്ന ഈ കബോർഡ് വർക്ക് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് നല്ല ബോധമൊന്നുമില്ല. എന്നാലും ഞാൻ ഇത് ഏതാണ് നല്ലതെന്ന് നോക്കി വേണം ചെയ്യാനെന്ന് പറയുവാണ് കേട്ടോ. കാരണം ഇത് കൊള്ളത്തില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക്, കബോർഡ് വർക്കിനെ പറ്റി അറിയാവുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ്. നമ്മുടെ 3-4 കബോർഡ് ഉണ്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട്. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണേ. കുറേ പൊടികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുക്കുന്ന വഴിക്ക് വീഴും. അപ്പോൾ അതൊക്കെ അവിടെ കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ കബോർഡിൽ ആ പരിപാടി എല്ലാം കഴിയും. നമ്മുടെ അതിനകത്ത് ഇരുന്ന ടിന്നുകളെല്ലാം ഞാൻ താഴെ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഈ ക്ലീനിങ് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ന്യൂസ് പേപ്പർ ഇട്ടിട്ട് നമ്മൾ ഇത് വെക്കാവുള്ളൂ കേട്ടോ. ഉണങ്ങിയതിന് ശേഷം ഈ നനവ് ഇതിന് പറ്റത്തേ ഇല്ല. ഇച്ചിരി ഒന്ന് നനവ് പറ്റിക്കഴിഞ്ഞാൽ ആ സംഭവം അങ്ങ് ചീത്തയായി പോകും. അപ്പം ഞാനത് വൃത്തിയാക്കി ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാനിതൊന്ന് കുത്തിയിരുന്ന് വൃത്തിയാക്കി കേട്ടോ. ഉള്ളിലും ഭാഗത്തും ഒക്കെ നല്ല രീതിയിൽ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആഴ്ചയിൽ ഇതൊക്കെ ഒന്ന് തുടച്ചിടുവാണെങ്കിൽ നമുക്ക് വലിയ പണിയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇത് ആഴ്ചയിലൊന്നും തുടയ്ക്കാത്തത് കൊണ്ടാണ് ഈ ഒരു പണി വന്നത് കേട്ടോ. നമ്മൾ ഒരു മാസത്തിനൊക്കെ ശേഷം തുടയ്ക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പണി വരും.
പിന്നെ എന്നെ സംബന്ധിച്ച് ദേവസ്വമായിട്ടുള്ള പരിപാടിയൊക്കെ ആയതുകൊണ്ട് തന്നെ അവൾ നോക്കണം, അവളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടു ജോലികൾ നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഇത് നടക്കുന്നത് വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിനെ അംഗനവാടിയിലായിരിക്കുമ്പോഴാണെങ്കിൽ 3:30 വരെ ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, നമുക്ക് 10 മണി തൊട്ട് 12 മണി വരെ ക്ലാസ് ഉള്ളൂ. 2 മണിക്കൂറത്തെ ക്ലാസ്. എല്ലായിടും ഒന്നും ക്ലീൻ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പം പിന്നെ നമ്മുടെ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും മൊത്തത്തിൽ പണി അങ്ങ് ആകും. ഓക്കെ, അപ്പോൾ നമ്മൾ വൃത്തിയാക്കി എടുക്കുവാണ് കേട്ടോ. ഇന്ന് നമ്മൾ ദേവൂസിനെ നല്ല രീതിയിൽ മയക്കി കയ്യിലെടുത്തിട്ടാണ് കേട്ടോ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ആളവിടെ നിന്ന് ഞാനപ്പം മുറിയിൽ ഇരുത്തിയിരിക്കുവാണ്. മുറിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഓടി വരും. ഇങ്ങനെ എല്ലാ മക്കളും ഒക്കെ ഇങ്ങനെയൊക്കെ കുറച്ച് കുസൃതിയൊക്കെ കാണിക്കും. നമ്മൾ മയത്തിലൊന്ന് അവരെ ഒന്ന് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ അവർ അടങ്ങിയിരിക്കും കേട്ടോ. അപ്പോൾ മുറിയിലിരിക്കുമ്പോഴും എനിക്ക് ടെൻഷനുണ്ട് ആളവിടെ എന്തുവാ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി നോക്കുകയും ചെയ്യും. പിന്നെ അവൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അങ്ങ് സമയം പോകും, അവൾക്ക് അറിയത്തുമില്ല. അവൾ ഇരുന്ന് കളിക്കുകയും ചെയ്യും. മുറിയൊക്കെ കുറച്ച് അലങ്കോലമാക്കുമെങ്കിലും നമ്മുടെ മക്കളല്ലേ. അപ്പോൾ നമ്മുടെ മക്കൾ എന്തെങ്കിലുമൊക്കെ ഈ പ്രായത്തിൽ നമ്മൾ ഈ കുസൃതിയൊക്കെ കാണിക്കത്തുള്ളൂ. അപ്പോൾ കുറേ കാലമൊക്കെ കഴിയുമ്പോൾ അവർ ഈ കുസൃതിയൊന്നും കാണിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജോലി അങ്ങ് തുടരുവാണ് കേട്ടോ. അതുപോലെ തന്നെ അവൾ ഈ വീട് മുഴുവൻ കുത്തിവരച്ചിടും കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കുമോ, നമ്മളങ്ങ് ആകെപ്പാടെ അങ്ങ് വിഷമിക്കും. കാരണം നമ്മുടെ ഭിത്തിയൊക്കെ കുളമാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും അല്ലേ. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ ഭിത്തിയിലും അതിലും ഒക്കെ കുഞ്ഞുങ്ങൾ വരയ്ക്കുമ്പോഴത്തേക്കും അത് അവരുടെ ഡെവലപ്മെൻറ്റിനാണ് കൂടുതൽ പ്രയോജനം കേട്ടോ. അവർ വളർന്നു വരികയല്ലേ. അവർ ഈ കുത്തിവരയ്ക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ബ്രെയിനിൽ വർക്കാകത്തുള്ളൂ. അവരുടെ ബ്രെയിൻ നല്ലതായിട്ട് വർക്കാകണമെന്നുണ്ടെങ്കിൽ അവർ ഈ കുത്തിവരയും അതും ഇതും കുസൃതിയും ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കണം. അതുകൊണ്ട് നമ്മൾ അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അവർക്ക് ഈ പ്രായത്തിലല്ലേ ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങ് ചെയ്യുവാണ് കേട്ടോ. അപ്പം ഞാൻ അവർക്ക് ഇടയ്ക്ക് ഈ സമയത്ത് കുറച്ച് നമ്മുടെ പഴമൊക്കെ പൂവമ്പഴമൊക്കെ കൊണ്ട് കൊടുക്കുവാണ് കേട്ടോ. ഞാൻ പൂവമ്പഴവും കുറച്ച് വെണ്ണയും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അവൾ എന്നെ കാണിച്ചു തരുവാണ് അവൾ ചെയ്തിരിക്കുന്നതൊക്കെ കേട്ടോ. കേട്ടോ, സ്നേഹത്തോടെ സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ മോള് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ സ്നേഹത്തോടെ സംസാരിച്ച് ചില സമയത്തൊക്കെ കേട്ടത്തുള്ളൂ കേട്ടോ. ഇങ്ങനെയൊക്കെ എല്ലാ നേരവും അവരുടെ മൂഡ് ഒരേപോലെ ഇരിക്കത്തില്ല. ചില സമയത്തൊക്കെ അവരുടെ മൂഡ് മാറാറുണ്ട്. പക്ഷേ ഇന്നെന്തായാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ എപ്പോഴും നമ്മുടെ വൃത്തിയാക്കേണ്ട ഒരു ഭാഗമാണ് ഈ നമ്മളെപ്പോഴും ജോലിയുടെ ഇടയ്ക്ക് പോയി സ്വിച്ച് ഇടൽ, മിക്സി ഓണാക്കൽ, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ അഴുക്ക്, നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന അഴുക്കൊക്കെ അതിനകത്ത് പറ്റി കുളവാകും. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ ആ സ്റ്റൗവിൻ്റെ ഭാഗവും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഭിത്തി ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ ഈ എണ്ണയിൽ വറുക്കുകയും പൊരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും തെറിച്ച് അങ്ങ് വീഴും. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ്. നല്ല രീതിയിൽ ആദ്യം ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ സോപ്പിൻ്റെ അതുകൊണ്ടൊന്ന് സ്ക്രബ് ചെയ്ത് ചെറിയ രീതിയിൽ കേട്ടോ, നമ്മുടെ ടൈലിനൊന്നും ഒരു ഇത് വരാത്താതെ ചെറിയ രീതിയിലൊന്ന് വൃത്തിയാക്കിയിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പം എപ്പോഴും ഞാനിവിടെ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കും. കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാ അമ്മമാർക്കും ഈ ഒരു അവസ്ഥയായിരിക്കും വരുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പാല് തിളപ്പിച്ച് മാറ്റുക, പെട്ടെന്ന് കുഞ്ഞ് കിടന്ന് കരയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങ് ആകെപ്പാടെ വെപ്രാളമായിരിക്കും അല്ലേ. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ വീടിലെല്ലാം വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് നേരെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീടൊക്കെ വൃത്തിയാക്കി ഇട്ടാൽ തന്നെ കുറേയൊക്കെ നമുക്ക് മനസ്സിന് ആശ്വാസം കിട്ടും കേട്ടോ. അതുപോലെ തന്നെ കുട്ടിയുമായിട്ട് കളിക്കാനൊക്കെ കുറേ സമയം കിട്ടും. നമ്മൾ രാത്രി ഒരു ടിപ്പ് പറയാം. രാത്രി സമയത്ത് നമ്മൾ ഈ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ട് രാവിലെ ഒന്ന് എഴുന്നേറ്റ് നോക്കണം. നല്ല മൈൻഡായിരിക്കും, നല്ല ഒരു സ്വസ്ഥത കിട്ടും മനസ്സിന് കേട്ടോ. പിന്നെ കുട്ടിയായിട്ട് കളിക്കാനും പിടിക്കാനും രാവിലെ തന്നെ നമുക്കങ്ങ് അങ്ങ് മടുപ്പ് തോന്നത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. ചില സമയത്തൊക്കെ മടി പിടിച്ചങ്ങ് ഇരിക്കും. അപ്പോൾ ഈ ഭാഗമെന്ന് വെച്ചാൽ നമ്മുടെ ഈ കതകിൻ്റെ ഭാഗമാണ് കേട്ടോ. കതകിൻ്റെ ഭാഗത്ത് അങ്ങനെ ഇഷ്ടം പോലെ അഴുക്കുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ആഴ്ചയിലും വൃത്തിയാക്കാത്തതിൻ്റെ കുഴപ്പമാണിത്. അപ്പോൾ എന്നെ തന്നെയാണ് ഞാൻ കുറ്റം പറയുന്നത് കേട്ടോ. എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ചിലരൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. പക്ഷേ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയാണ്. അപ്പോൾ ആഴ്ചയൊന്നും വൃത്തിയാക്കത്തില്ല, നമ്മുടെ കുട്ടിയുള്ളതുകൊണ്ട്. അപ്പോൾ കുട്ടിയുണ്ട് എന്നുള്ളൊരു എക്സ്ക്യൂസ് നമ്മളിനി വെക്കാൻ പാടില്ല. ആഴ്ച വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ കതകിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്തിട്ട് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പ്രത്യേക ഒരു സ്ക്രബ്ബർ റെഡിയാക്കി വെച്ചേക്കണം. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് സ്ക്രബ് ചെയ്തെടുത്തിട്ട് സോപ്പ് വെള്ളം കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുവാണ് കേട്ടോ. പിന്നെ ഈ ജനലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നല്ല രീതിയിൽ പൊടി വരും. ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ പൊടിയെല്ലാം കയറി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കും. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടുക്കള ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അടുക്കള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഇവിടെയൊക്കെ അടുക്കിപ്പറക്കി വെച്ചൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പോൾ ഞാൻ എല്ലാ ഓർഡറിൽ സാധനങ്ങളൊക്കെ ആയിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബേക്ക് ചെയ്യുന്നതാണെങ്കിലും എല്ലാ സംഭവങ്ങളും പൊടികളൊക്കെ ആണെങ്കിൽ ഈ സൈഡിൽ, പിന്നെ സ്നാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത്, പിന്നെ നമ്മുടെ ബൂസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു സംഭവത്തിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാലൻസ് പൊടികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും വെക്കുവേ. പിന്നെ നമ്മുടെ ഏത്തക്കൊലയല്ല കേട്ടോ, നമ്മുടെ പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അവിടെ ഒരു കസേര ഇരിക്കുന്നത് വെച്ചാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ജോലി ചെയ്ത് ക്ഷീണിക്കുമ്പോഴത്തേക്കും ഞാൻ ആ കസേരക്കകത്ത് പോയിരിക്കുവേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അടുക്കള ക്ലീനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ പാർട്ട് 2 ആയിട്ട് ഞാൻ വീണ്ടും വരാം അടുത്ത വീഡിയോ ആയിട്ട്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.